സുരേഷ് ചേട്ടനും ദിലീപ് ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്പെക്ട് ചെയ്തിരുന്നു അത്? ഇല്ല, അവര് വരുന്ന ഫംഗ്ഷൻ വേറെ ആയിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിക്കാം. നോക്കി കാണാന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടാണല്ലോ ശരിക്കും ഒരു എന്താ പറയാ, നന്നായിട്ട് ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇനി ഒരുമിച്ച് ഞങ്ങൾ അഭിനയവും യാത്രകളും ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണുന്നതൊക്കെ ഇനി ഒരുമിച്ചായിരിക്കും. ഈ രണ്ടുപേരും നായക നായികയായിട്ടൊക്കെ ഒരു സിനിമ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അത് ഏതെങ്കിലും അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ സി കേരളത്തിലൊരു സീരിയലായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. ഇനി സിനിമയുടെ കാര്യമൊന്നും അറിയില്ല. ഈ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഫസ്റ്റ് എവിടെ വെച്ചാണ് മീറ്റ് ചെയ്യുന്ന പറയാം? സീരിയൽ ലൊക്കേഷൻ. ഈ 26-ാം തീയതിയാണ് വിവാഹം എന്ന് പറഞ്ഞിട്ട് ചാനൽസിനെയൊക്കെ പറ്റിച്ചോ? നമ്മളാരും പറഞ്ഞില്ലോ. അല്ല, സ്വാസിക പറഞ്ഞായിരുന്നു റിപ്പോർട്ടർ. 26-ാം തീയതി പരിപാടി ഉണ്ട്. 26-ാം തീയതി ഒന്നും കൂടെ കെട്ടുവോ? അത് ഞാൻ കല്യാണം എന്ന് പറഞ്ഞില്ല, റിസപ്ഷൻ എന്ന് പറഞ്ഞു. റിസപ്ഷൻ എന്നാണ് 26. അതേപോലെ സുരേഷ് ചേട്ടനും ദിലീപ് ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്പെക്ട് ചെയ്തിരുന്നു അത്? ഇല്ല, അവര് വരുന്ന ഫംഗ്ഷൻ വേറെ ആയിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ പെട്ടെന്ന് അവർക്ക് തിരക്ക് അന്നത്തെ ദിവസം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നത് എല്ലാവരും ഒരുമിച്ച് വന്നു. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഞാൻ സ്റ്റേജിൽ എന്നിട്ട് നോക്കിയിരുന്നു, അയ്യോ എന്തായി. അത് ഭയങ്കര സുരേഷേട്ടനൊക്കെ വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലെ കല്യാണം പോലത്തെ ഒരു ഫീലിംഗില്. അതെ അതെ അതെ, അതൊരു സന്തോഷം. ഈ ഇപ്പം ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടാണല്ലോ കല്യാണം നടത്തിയത്. അപ്പം അത് ആർഭാടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ, അതായത് താലി കെട്ടുന്ന ഫംഗ്ഷൻ അധികം ആൾക്കാർ ഉണ്ടാവാതെ, അതായത് ആ മിന്നു കെട്ടുന്നത് ഞങ്ങളുടെ വീട്ടുകാരും കുറച്ച് ഫ്രണ്ട്സ് ആൾക്കാർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ അത്ര ആൾക്കാർ മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അധികം പറയാത്തത്. പിന്നെ മൂവാറ്റുപുഴത്തെ റിസപ്ഷനിൽ എന്റെ ആളുകളൊക്കെ വരും. എല്ലാ ആശംസയും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.